ഏറ്റവും വലിയ നീതി നിഷേധിക്കപ്പെടുന്നത് ഒരുപക്ഷെ എല്ലാ അർത്ഥത്തിലുമുള്ള മതങ്ങളോടാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇസ്ലാം മതവിശ്വാസികൾ എന്ന നിലയിലും ഹിന്ദു വിശ്വാസികൾ എന്ന നിലയിലും ക്രിസ്തീയ വിശ്വാസികൾ എന്ന നിലയിലും എല്ലാ വിശ്വാസികളോടും ഒരേ രൂപത്തിലുള്ള നീതി നിഷേധമാണ് നമ്മുടെ രാജ്യം ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് നിലകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയാറുണ്ട്, രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളായതുകൊണ്ട് അവർ മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും പ്രവർത്തനങ്ങളുമാണ് നടക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിക്കും ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ യഥാർത്ഥമായ ഒരു ഹിന്ദു വിശ്വാസിക്ക് പോലും ഇന്ത്യയിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനത്തെ മാറ്റി എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ടാണ് പ്രഗത്ഭരായ ഹിന്ദു വിശ്വാസികളും ഹിന്ദു വിശ്വാസത്തെ പുകഴുന്നവരും ഹിന്ദു വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ആളുകളും ഈ ഗവൺമെന്റിനെതിരെ, രാജ്യത്തിന്റെ നീതി നിഷേധങ്ങൾക്കെതിരെ മുന്നിൽ പോരാടാൻ നിൽക്കുന്നത്. ഹിന്ദുക്കൾക്ക് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ ഒരിക്കലും ഒരു ഹിന്ദു സുഹൃത്തും മുസ്ലിങ്ങളുടെ കൂടെയോ ക്രിസ്ത്യാനികളുടെ കൂടെയോ സമരത്തിനുണ്ടാകുമായിരുന്നില്ല. ഏറ്റവും വലിയ നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്. നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ആരായിരുന്നു ഉണ്ടായിരുന്നത്? ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളല്ലേ? ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾ രാജ്യത്ത് നിലനിൽക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിലേക്ക് മതവാദിയല്ലാത്ത, മതവിശ്വാസിയല്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കടന്നു വരുന്നത്. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കടന്നു വരുമ്പോ ഇന്ത്യയിലെ ഒരു ഹിന്ദു സുഹൃത്തും ചോദിച്ചില്ല, ഒരു ഹിന്ദു വിശ്വാസികൾ ബഹുഭൂരിപക്ഷമുള്ള നമ്മുടെ രാജ്യത്ത് ഹൈന്ദവ വിശ്വാസത്തെ അംഗീകരിക്കാത്ത, ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കാത്ത നാസ്തികനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലേക്ക് ഒരിക്കലും യോഗ്യനല്ല എന്ന് ഒരൊറ്റ ഹിന്ദുവും വന്ന് ചോദിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1957 കേരളം രൂപീകരിക്കപ്പെടുമ്പോ കേരളപ്പിറവിയുടെ ദിനങ്ങൾ നമ്മൾ ആഘോഷിച്ചവരല്ലേ? കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി ആരായിരുന്നു? മതവാദിയല്ല, മതവിശ്വാസിയല്ല, കമ്മ്യൂണിസ്റ്റുകാരനായ മതവിശ്വാസിയല്ലാത്ത ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുമ്പോ ഒരൊറ്റ ഹിന്ദുവും ചോദിച്ചിട്ടില്ല, ഹിന്ദു വിശ്വാസിയെ ഭൂരിപക്ഷമുള്ള കേരളത്തിൽ എന്തുകൊണ്ട് ഒരു ഹിന്ദു മുഖ്യമന്ത്രിയായില്ല എന്നുള്ളത്. നമ്മൾ അറിയണം, ഇതാണ് ഇന്ത്യയുടെ ചരിത്രം. ഇന്ത്യ ഒരു മതേതര ചരിത്രം. സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുന്നതിന് പകരം പശ്ചിമ ബംഗാളിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന, കലാപത്തിൽപ്പെട്ടിരിക്കുന്ന പാവപ്പെട്ടവരുടെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു പ്രിയപ്പെട്ട ബാപ്പുജി എന്ന് പറയുന്ന മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധി അവിടെയുള്ള മുസ്ലിങ്ങള് മഹാത്മാഗാന്ധിയുടെ മുന്നിലേക്ക് വന്നു, പരാതികൾ പറഞ്ഞു. ഇവിടെ ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്കിടയിൽ ജീവിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് നിങ്ങൾ അഭയം തരണം. മഹാത്മാഗാന്ധിജി പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഹിന്ദുക്കൾ അംഗീകരിച്ചുകൊണ്ട് അവരോട് സഹവാസത്തോടുകൂടെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ കഴിയും. തൊട്ടപ്പുറത്തത മുസ്ലിങ്ങൾക്ക് കംപ്ലൈന്റ് പറയുന്നു, ഹിന്ദുക്കൾ കംപ്ലൈന്റ് പറയുന്നു, മുസ്ലിങ്ങളെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ അഭയം തരണം, നിങ്ങൾ സഹായിക്കണം. അപ്പോൾ ബാപ്പുജി പറഞ്ഞത് എന്താണ്? ഇവിടെയുള്ള ഹിന്ദുക്കളുമായി നിങ്ങൾ സാഹസിച്ചു നിൽക്കണം. അങ്ങനെ ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും എല്ലാ വിധത്തിലുള്ള വിശ്വാസികളോടും ഒരേ അർത്ഥത്തിൽ സമ്പൂർണമായ ഒരു മതേതരത്വത്തിന്റെ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച മഹാത്മാഗാന്ധിജിയെ പോലും അംഗീകരിക്കാത്ത രൂപത്തിൽ നിങ്ങൾ അറിയണം, അടുത്ത ദിവസം 2 ദിവസം മുമ്പ് ഒരു പുതിയ ദിനമായി ആചരിക്കാൻ നമ്മുടെ ഗവൺമെന്റ് ആഹ്വാനം ചെയ്തു. എന്താണ്? വിവേചന ദിനം അല്ലെ? ആ വിഭജന ദിനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്ത് വിഭജന ദിനം? എന്തിന്റെ പേരിലാണിത്? ഞാൻ കൂടുതൽ വിശദീകരിക്കുകയല്ല. ഈ രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും നീതി നിഷേധിക്കപ്പെട്ടവർ, കുട്ടികൾക്ക് ഇന്ന് നമ്മുടെ രാജ്യത്ത് നീതി കിട്ടുന്നില്ല, സ്ത്രീകൾക്ക് നീതി കിട്ടുന്നില്ല, മതവിശ്വാസികൾക്ക് നീതി കിട്ടുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഗവൺമെന്റ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പോലും നീതി ലഭിക്കാത്ത രൂപത്തിൽ എല്ലാ ഗവൺമെന്റുകളും എല്ലാ ഉദ്യോഗസ്ഥ തലങ്ങളിലും അരാജകത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെയുള്ള പോരാട്ടമാണ് ICF ഉയർത്തിപ്പിടിക്കുന്നത്. നീതി നിഷേധിക്കപ്പെട്ടവന്റെ കൂടെയാണ് ICF ഈ വർഷം 79ാമത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്. എല്ലാവരും നീതി നിഷേധിച്ച എല്ലാവരോടും ഒരു വിഭാഗത്തിന്റെ ബഹുഭൂരിപക്ഷത്തിന്റെ പേര് പറഞ്ഞ് യഥാർത്ഥത്തിൽ ആ ബഹുഭൂരിപക്ഷത്തിലെ ആളുകൾ പോലും അംഗീകരിക്കാത്ത നയങ്ങളുമായി ഇന്ത്യ ഗവൺമെന്റും ഇന്ന് രാജ്യം ഭരിക്കുന്നവരും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അപേക്ഷിച്ചു, നമ്മൾ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും വിഷയങ്ങൾ വന്നപ്പോ ഒരിക്കലും ക്രിസ്ത്യാനികൾ ആഘോഷിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ അടുത്ത കാലത്താണ് കന്യാസ്ത്രീകൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നമ്മൾ കണ്ടത്, കന്യാസ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ നമ്മൾ കണ്ടത്. ഈ രൂപത്തിൽ
നമ്മുടെ രാജ്യത്ത് എല്ലാ അർത്ഥത്തിലും നിഷേധിക്കപ്പെടുകയാണ്. അവസാനം നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ പറഞ്ഞതുപോലെ നമുക്കറിയാം, വോട്ട് ചെയ്യപ്പം മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് പ്രഖ്യാപിച്ചതുപോലെ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമുക്ക് ആഘോഷിക്കാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രഗത്ഭരായ KMCCയുടെ സംഘടനാ സെക്രട്ടറി ബഹുമാനപ്പെട്ട മുസ്തഫ മലയിലടക്കമുള്ള നേതാക്കന്മാർ നമ്മുടെ മുന്നിലുണ്ട്. എല്ലാവരോടും എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.